AMMയിലെ അല്ലെങ്കിൽ അമ്മയിലെ തമ്മിത്തല്ലിന്റെ കാരണം പുറത്തു വന്നു. ദല്ലാൽ നന്ദകുമാർ സ്പോൺസർഷിപ്പ് കൊടുക്കാൻ സമ്മതിച്ചു. 75 ലക്ഷം രൂപയുടെ സ്പോൺസർഷിപ്പ് നൽകി എന്നതാണ് ആരോപണം. ഈ ദല്ലാൽ നന്ദകുമാറിനെ എല്ലാവർക്കും അറിയാവുന്നത് ദല്ലാൽ എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ സ്പോൺസർഷിപ്പ് വന്ന സമയത്ത് അൻസിബ പറയുന്നു അത് വേണ്ട എന്ന് പറയുന്നു. അങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാതൽ എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇത് എത്രമാത്രം ശരിയാണ്? അൻസിബ എടുത്ത തീരുമാനം തെറ്റായിരുന്നു? അൻസിബ മാത്രമല്ല, അൻസിബയും നീന കുറുപ്പും അതേപോലെ തന്നെ ഇപ്പം അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുക്കു പരമേശ്വരൻ വാതുറന്നില്ല. പക്ഷേ ഇവർ രണ്ടുപേരും അതിനെ എതിർത്തു. വേറെ ഒരാളും കൂടി എതിർത്തിരുന്നു, എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ആ എതിർക്കുമ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഇത് ആരോപണമല്ല, ഇതിപ്പോൾ യാഥാർത്ഥ്യമാണ്. കാരണം അതിന് 30 ലക്ഷം രൂപ പുള്ളി കൊടുത്തു കഴിഞ്ഞു. ദല്ലാൽ നന്ദകുമാർ 30 ലക്ഷം രൂപ കൊടുത്തു. അത് തന്നെ ഏറ്റവും വലിയൊരു കോമഡിയാണ്. കാരണം എന്ന് വെച്ചാൽ വെണ്ണല തൈക്കാട്ടുശ്ശേരി മഹാദേവ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പണം കൊടുക്കുന്നത്. അദ്ദേഹം അതിന്റെ പ്രസിഡന്റാണ്. ഒരമ്പലം സാധാരണ പരസ്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പൊ പല വിഷ്വൽ മീഡിയകളിലും ഡിജിറ്റൽ മീഡിയകളിലൂടെയൊക്കെ പരസ്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, അമ്പലം കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. ഈ അമ്പലം നമുക്കെല്ലാം പരിചയമുണ്ട്. എങ്ങനെയെന്നറിയാമോ? ഒന്ന്, എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. രണ്ടാമത്തത് EP ജയരാജൻ ഇദ്ദേഹത്തിന്റെ അമ്മയെ പൊന്നാട അണിയിക്കാൻ വേണ്ടി വന്നത് ഈ അമ്പലത്തിലാണ്. മറ്റേ ഗവർണർക്കെതിരെ CPM സമരം നടത്തുമ്പോഴാണ് EP ജയരാജൻ ഇവിടെ വന്ന് പൊന്നാട അണിയിക്കൽ പരിപാടി നടത്തിയത്. അപ്പൊ എന്തോ പായസവും കുടിച്ചിട്ട് EP ജയരാജൻ പോയി എന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ ഇവരെല്ലാരും ദല്ലാൽ നന്ദകുമാറും അതിനു മുമ്പ് തന്നെ ഫേമസ് ആണ്. കാരണം ദല്ലാൽ നന്ദകുമാറും അതുപോലെ തന്നെ പ്രകാശ് ജാവദേക്കറും കൂടിയിട്ടാണ് EP ജയരാജനെ കാണാൻ വേണ്ടി ചെന്നതും. പിന്നെ ദല്ലാൽ നന്ദകുമാർ വലിയ ബന്ധങ്ങളുള്ള ഒരാളാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഇന്ത്യൻ ജുഡീഷ്യറിയിലൊക്കെ തന്നെ വലിയ ബന്ധങ്ങളുള്ള ഒരാളാണ്. അപ്പം അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പം അത്തരത്തിലുള്ള ഒരാളാണ്. കുറച്ച് ഇതുപോലെയുള്ള അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. കഴിഞ്ഞ തവണ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കും, ഒരു സീറ്റ് CPM മറ്റേ BJPക്ക് കൊടുത്താൽ BJP ബാക്കി എല്ലാ സീറ്റിലും യഥാർത്ഥത്തിൽ നിയമസഭയിലേക്ക് CPMനെ ജയിപ്പിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും CPM ജയിച്ചില്ല. CPM വലിയ തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് നമ്മുടെ ശ്വേതാ മേനോൻ പുതിയതായിട്ട് പ്രസിഡന്റ് ആയപ്പോൾ തന്നെ ശ്വേതാ മേനോൻ വന്നിട്ട് ചോദിച്ചു, ഇങ്ങനെ ഞങ്ങളൊരു കുടുംബ സംഗമം നടത്തുന്നുണ്ട്, അപ്പോൾ നിങ്ങളൊന്ന് സ്പോൺസർ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം തന്നെ പുള്ളി 75 ലക്ഷം രൂപ കൊടുക്കാൻ സമ്മതിച്ചു. അതിൽ 30 ലക്ഷം കൊടുത്തു. ഇനി 45 ലക്ഷം കൂടി അടുത്ത ബില്ല് തരുമ്പോഴേക്കും പുള്ളി ഉറപ്പായിട്ടും കൊടുക്കുമെന്നാണ് പറയുന്നത്. പുള്ളി ഇങ്ങനെ ഒരുപാട് പേർക്ക് പണം കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ ഇതുപോലെ തന്നെ പണം കൊടുത്തിരുന്നു. ശോഭാ സുരേന്ദ്രന്റെ വീട് വിൽക്കാനുണ്ട്, അപ്പൊ അതുകൊണ്ട് ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ 10 ലക്ഷം രൂപ പുള്ളി അപ്പം തന്നെ പണം കൊടുത്തു. വലിയ സമ്പന്നമായിട്ടുള്ള ഒരാളാണ്. വലിയ സമ്പന്നമായിട്ടുള്ള ഒരാളാണ് പുള്ളി. റിലയൻസിന് വേണ്ടി മറ്റു പലർക്കും വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഇടനില കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ ആ പണം മേടിക്കണ്ടെന്ന് അൻസിബ ഹസൻ പറഞ്ഞു. അൻസിബ ഹസൻ പറഞ്ഞതിന്റെ പിന്നിലൊരു അടിസ്ഥാനമുണ്ട്. കാരണം അൻസിബ ഹസൻ പറയുന്നത് ഒരു മതപരമായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ സ്പോൺസർഷിപ്പ് വാങ്ങണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ വാങ്ങണ്ട എന്ന് പറഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ പുറത്ത് തന്നെ ഇവർ ഈ അൻസിബയുമായിട്ടൊരു അകൽച്ച വന്നു. ആ അൻസിബ ഉണ്ട്, കൂടാതെ കുക്കു പരമേശ്വരൻ ഉണ്ട്, ഇതുപോലെയുള്ള ആളുകളുണ്ട്. അതിനകത്ത് തന്നെ 2-3 ഗ്രൂപ്പായിരുന്നു. ശ്വേതയ്ക്ക് അവിടെ വലിയ റോളൊന്നുമില്ല. ശ്വേതയുടെ ഒരു ഗ്രൂപ്പ്, കുക്കു പരമേശ്വരന്റെ നേതൃത്വത്തിൽ വലിയ ഗ്രൂപ്പ്, ഇങ്ങനെ 2 ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ വിഭജിച്ചു. ആ വിഭജിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പ്രജിത അറിയേണ്ടത്. ഇപ്പം ടിനി ടോമിൻ്റെ ഒക്കെ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടാണ് ടിനി ടോം. അതുപോലെ ലക്ഷ്മി പ്രിയക്ക് അവിടെ വലിയ അധികാരം ഉണ്ടായിരുന്നു. ലക്ഷ്മി പ്രിയയുടെ അധികാരം ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായി. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഒരു സംഭവമൊക്കെ ഉണ്ടാവുമല്ലോ, മറ്റേ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയും മറ്റേ അവിഹിതം. ഇവിടെ എന്തുണ്ടെങ്കിലും പിന്നെ അവിഹിതമാണ് അവിടെ. അപ്പൊ തന്നെ അവിഹിത കഥകളാണ്. അപ്പൊ അൻസിബക്കെതിരെ വലിയ അവിഹിത കഥകളായിരുന്നു. ഇതെല്ലാം പോട്ടെ, ജിഹാദി എന്ന് വിളിച്ചു. ജിഹാദി എന്ന് വിളിച്ചത് ഞാൻ ആദ്യം വിചാരിച്ച അൻസിബേനെ മാത്രമാണെന്നാണ്. അല്ല, ഉഷാ ഹസീനെയും ജിഹാദിയാക്കിയത്. അപ്പൊ അങ്ങനെ ജിഹാദി വിളികൾ ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നീന കുറുപ്പ് കൊടുത്തിട്ടുള്ള ഒരു പരാതിയുണ്ട്. ആ പരാതി നമ്മൾ വായിച്ചു നോക്കിയാൽ നമ്മൾ തന്നെ 2 മിനിറ്റ് ഒന്ന് ലോങ് ബ്രീത്ത് എടുത്തിട്ട് പിന്നെ സംസാരിക്കാൻ പോകും. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരിയെ മറ്റേ വളരെ മോശപ്പെട്ട രീതിയിൽ വിളിച്ചു എന്ന് പറഞ്ഞ് നല്ല പച്ചത്തെറി, പഴയ ഓൾഡ് പച്ചത്തെറികളൊക്കെ എഴുതി വെച്ചേക്കാണ്. ടിനി ടോം വിളിച്ചു എന്ന് പറഞ്ഞാൽ അതുപോലെ കയ്യോങ്ങി അടിച്ചേനെ, ആളുകൾ പിടിച്ചു മാറ്റിയില്ലെങ്കിൽ അടിച്ചേനെ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കണം. അപ്പൊ ഇത് എന്തൊരു സംഘടനയാണെന്ന് വിചാരിക്കുന്നത്. ഇത് സംഘടനയല്ല, ഇത് ക്ലബ്ബാണ്. ഇത് വെറും അലബലാതി ക്ലബ്ബ് എന്നൊക്കെ പറയില്ല, അതുപോലെയുള്ള ഒരു ക്ലബ്ബാണ്. ആ ക്ലബ്ബാണ്. അപ്പൊ ആ ക്ലബിലേക്ക് 75 ലക്ഷം സംഭാവന കൊടുത്തു. സംഭാവന കൊടുത്തതെന്ന് വെച്ചാൽ
മിക്കവാറും പുള്ളി ഒന്നും കാണാതെ സംഭാവന കൊടുക്കുന്ന ഒരാളല്ല ഞാൻ നന്ദകുമാർ. ചോദിക്കാൻ വരികയായിരുന്നു, ദല്ലാൽ നന്ദകുമാറിനെ പോലെ ഒരാള് സംഭാവന പുള്ളി ഒന്നും കാണാം. പുള്ളി സംഭാവന എന്ന് പറഞ്ഞാൽ ശ്വേതാ മേനോനും ഇതുപോലെയുള്ള നടികളും ഒക്കെ വന്നിട്ട് പോകുന്ന ഒരു അമ്പലമാണ് എന്ന് പറഞ്ഞാൽ തന്നെ അമ്പലത്തിലേക്ക് പിന്നെ ആളുകളുടെ ഒഴുക്ക് കൂടും ഉണ്ടാവും. ഒഴുക്ക് കൂടിയാൽ അതിനനുസരിച്ച് വരുമാനവും കൂടും. അപ്പോൾ വരുമാനം കൂടും. യഥാർത്ഥത്തിൽ ഇക്കാലത്തുള്ള ഏറ്റവും നല്ല ബിസിനസ് ഇതുപോലൊരു ആരാധനാലയമൊക്കെ തുടങ്ങിയിട്ട് എന്ത് ചെയ്യലാണ്, ഡെവലപ്പ് ചെയ്തെടുക്കലാണ്. പിന്നെ നമുക്ക് സുഖമായിട്ട് അവിടെ വെറുതെ ഇരുന്ന് എന്ത് ചെയ്താൽ മതി. അത് മാത്രമായിരിക്കുമോ എന്നുള്ളത്, അത് മാത്രമായിരിക്കുമോ എന്നുള്ള വലിയ ചോദ്യമുണ്ട്. അതൊക്കെ പിന്നെ ഇതിന്റെ പലതും ഉണ്ടാവും. ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല, കാരണം അതൊക്കെ നമുക്ക് പറയാനോ അല്ലെങ്കിൽ തെളിവില്ലാത്ത കാര്യങ്ങളൊക്കെയാണ്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇതിന്റെ അടുത്ത വിറ്റെന്താ വെച്ചാൽ അൻസിബെ ഒരു തവണ പരാതി പറയാൻ വേണ്ടി വിളിച്ചു. എതിരാതറിയാമോ? അൻസിബക്കെതിരെ പരാതി കൊടുത്തത് നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എനിക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല, പക്ഷെ ഇപ്പോൾ പറയാം. ലക്ഷ്മിപ്രിയയാണ് പരാതി കൊടുത്തത് ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ. എന്നിട്ട് ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അവിടെ ഇവരെ 3 പേരെ വിളിച്ചിരുത്തുകയും ചെയ്തു. മറ്റേ മെസ്സേജ് അയച്ചേന് മെസ്സേജ് അയക്കി ശരിക്കും പറഞ്ഞാൽ അൻസിബക്ക് അറിയാൻ പാടില്ലാണ്ടാണ് പോലീസ് വിളിക്കുമ്പോൾ പോകേണ്ട ആവശ്യമില്ല. നോട്ടീസ് എന്നാൽ പോകാമെന്ന് പറഞ്ഞു. അതല്ലാതെ ഇതിനൊന്നും വേണ്ടി പോലീസ് സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ലാണ്ട് 3 മണിക്കൂർ ഹരാസ് ചെയ്തു. അതിനുശേഷം ഇവർ മാപ്പ് എഴുതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ കേസുണ്ടല്ലോ, അത് ലക്ഷ്മിപ്രിയയാണ്. അപ്പോൾ ലക്ഷ്മിപ്രിയയാണ് ഇവർക്കെതിരെ പരാതി കൊടുത്തേക്കണം. അപ്പോൾ തന്നെ ഒരു സംഘടനയിലെ ഇതൊന്ന് ആലോചിച്ച് നോക്കും. ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ മറ്റൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർക്കെതിരെ എൻ്റെ ഫോണിലേക്ക് നിങ്ങളൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് എന്തിനാണ് അയച്ചത്? എൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, എന്നിട്ട് അല്ലെങ്കിൽ എനിക്ക് കുടുംബ പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിപ്രിയ വിളിച്ചു ചെന്നില്ല എന്നൊക്കെയാണ്. ആകെ ഒരു അവിഞ്ഞ കേസുകളാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നത്, ഈ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 75 ലക്ഷം രൂപയാണ്. ഇത് പറയാൻ വേണ്ടിയിട്ട് ശ്വേതാ മേനോനെ വിളിച്ചു. ശ്വേതാനെ വിളിച്ചപ്പോൾ പറഞ്ഞു, ശ്വേതാ മേനോൻ പറഞ്ഞു, ദിസ് ഇസ് നോട്ട് അവർ പ്രോബ്ലം, ഓക്കെ, ദിസ് ഈസ് പേഴ്സണൽ പ്രോബ്ലം, യു ജസ്റ്റ് ഹാൻഡിൽ ബൈ യുവർ ഓൺ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഫോൺ വെച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ ആ സമയത്ത് പറഞ്ഞു 75 ലക്ഷം രൂപ. ആ സമയത്ത് വിളിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ശ്വേതാ മേനോൻ പറഞ്ഞ അടുത്ത വാചകം, ഞാൻ 75 ചോദിച്ചു, അതുകൊണ്ട് 75 തന്നു, അല്ലെന്നുണ്ടെങ്കിൽ 2 കോടി ചോദിച്ചെങ്കിൽ 2 കോടി തന്നതിനാണ് ശ്വേത പറഞ്ഞത്. അപ്പൊ അതും കൂടി എന്നെ അത്ഭുതപ്പെടുന്നുണ്ട്. അതായത് എന്തിനാണ് പേഴ്സണൽ പ്രോബ്ലം ആണെന്നും പറഞ്ഞു, 2 കോടി ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യം ഉടനെ പറയാണ്. അപ്പൊ അൻസിബാസൻ തന്നെ പറയുന്നത് ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ ശ്വേതാ മേനോൻ പറയുന്നത്, ആക്ച്വലി ഐ ജസ്റ്റ് റിക്വസ്റ്റഡ് ഫോർ 75 lakhs, സോ അതുകൊണ്ട് 75 lakhs കിട്ടി, അതല്ലെങ്കിൽ എന്ത് ചെയ്തു. 2 കോടി ചോദിച്ചിരുന്നു. പിന്നെ വേറൊരു സ്ഥാപനമുണ്ട്, ഒരു ചാനൽ, ഇന്ത്യ ഇതെന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട്. ആ ചാനലിന്റെ ഭാഗത്ത് നിന്ന് മറ്റേ 1 കോടി രൂപയും കിട്ടിയിരുന്നു. അങ്ങനെ 1.25 കോടി രൂപക്കാണ് ഈ പരിപാടി നടത്തിയത്. പിന്നെ ഇതിൻ്റെ ഇടക്കുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കമ്മീഷൻ, തരികിട, തട്ടിപ്പ് പരിപാടികളുണ്ട്, കാശടിച്ചു മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ ശ്വേതാ മേനോൻ പറഞ്ഞിരുന്നൊരു കാറ്ററിംഗ് സർവീസുകാർക്കല്ല ആര് കൊടുത്തത്, കുക്കു പരമേശ്വരൻ കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ സാമ്പത്തിക ഇടപാടുകളാണ്, പ്ലസ് കുറെ കൂടി വളരെ മോശപ്പെട്ട പരിപാടികളാണ്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നിയമപരമായി ഇത് തെറ്റാണെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എനിക്കറിയില്ല, ഞാൻ വെറുതെ ഒന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് വേറെ സ്പോൺസർഷിപ്പ് അങ്ങനെ കൊടുക്കാനൊരു വകുപ്പില്ല. പിന്നെ നന്ദകുമാറൊക്കെ അദ്ദേഹം എടുക്കാനാണ് കേട്ടോ, അന്വേഷിക്കാതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ കൊടുക്കാൻ വകുപ്പില്ല. അല്ലെങ്കിൽ തന്നെ എന്തിനാണ് ഒരു അമ്പലം കൊടുക്കുന്നത്? അമ്പലം പ്രശസ്തമാക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും, ഈ അൻസിബാസനും റസൂൽ പൂക്കുറ്റിയും തന്നെ ഈ അമ്പലത്തിൽ പോകുന്നുണ്ട്. ഒരു ക്ഷേത്രത്തിന്റെ പേരായതുകൊണ്ട് ഞാൻ കഴിഞ്ഞോടെ പറയാതിരുന്നാണ്, ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അമ്പലത്തിൽ വന്നവർക്ക് എല്ലാവർക്കും തന്നെ ഇവർ പേയ്മെന്റ് കൊടുത്തിട്ട് കൊണ്ടുവന്നേക്കണെന്ന് പറയണം. അങ്ങനെ ഫ്രീ ആയിട്ട് ഒരാൾ പോലും വന്നിട്ടില്ല. പക്ഷെ ഞാൻ പിന്നെ ഒരു പുതിയ പ്രസിഡന്റ് വന്നപ്പോഴത്തേക്കും അവരൊരു സഹായം ചോദിച്ചതല്ലെന്ന് വെച്ച് ജസ്റ്റ് ഒരു 75 lakhs എടുത്ത് കൊടുത്തു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശ്വേതാ മേനോന്റെ ഡയലോഗാണ്. ശരിക്കും ഞാൻ 75 lakhs ചോദിച്ചു, അതുകൊണ്ട് അത് തന്നു. 2 കോടി ചോദിച്ചിരുന്നെങ്കിൽ 2 കോടി എന്ത് ചെയ്തു. പക്ഷെ ശരിക്കും ശ്വേതാ മേനോനെ സമ്മതിച്ചിരിക്കും, 2 കോടി കിട്ടുമായിരുന്നിട്ടും വേണ്ടെന്ന് വെച്ചല്ലോ AMMയിലേക്ക്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ വളരെ, ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാര്യമുള്ളൂ. ഇതിൻ്റെ പിന്നിലെല്ലാം തന്നെ ഒട്ടും തന്നെ ലീഗലല്ലാത്ത വളരെ ദുരൂഹമായിട്ടുള്ള പല ഇടപാടുകളും ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഗവൺമെൻറ്റിനും, അത് CPM ആണെങ്കിലും ഇനി UDF ആണെങ്കിലും LDF ആണെങ്കിലും, ഒരു ഗവൺമെൻറ്റിനും, ഈ BJP വന്നാലും ഒരു ഗവൺമെൻറ്റിനും ഇതൊന്നും പിടിക്കണമെന്ന് യാതൊരുവിധ താല്പര്യവും ഇല്ല. ആ താല്പര്യം ഇല്ലായ്മയുടെ ഒക്കെ പിറകിൽ വേറെ ചില താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ആ താല്പര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 കൊല്ലം വെച്ച് വൈകിപ്പിച്ചതും. പ്രിയപ്പെട്ട സജി ചെറിയാൻ നമ്മളോട് എല്ലാവരുടെയും ചോദിച്ചതും എന്തിനാണ് ഇത്ര വെപ്രാളം. 1 കോടി 6 ലക്ഷം രൂപ കൊടുത്ത് റിപ്പോർട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ജനത്തിൻ്റെ ആഴ്ച കൊടുത്ത് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ചോദിക്കുകയാണ് എന്തിനാണ് ഇത്ര വെപ്രാളം. ആർക്ക് വെപ്രാളം? ശരിക്കും നമ്മൾ തിരിച്ചാണ് സജി ചെറിയാനോട് ചോദിക്കണം, നിങ്ങൾക്ക് എന്താണ് ഇത്ര വെപ്രാളം, ഇത് മറച്ചു നോക്കാൻ. ശരിയാണ്.
പിന്നെ ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. AMMA എന്ന് പറയുന്ന ഒരു സംഘടനയെ കുറിച്ചൊക്കെ തന്നെ ശരിക്കും ചർച്ച ചെയ്യാൻ പാടില്ല. സത്യത്തിൽ അത് PFI ഒക്കെ പിരിച്ചുവിട്ട പോലെ പിരിച്ചുവിട്ട ഒറ്റ വരിയിൽ എഴുതി പിരിച്ചുവിടണം. ഈ സംഭവം എന്ത് പിരിച്ചു. ഇനി എല്ലാവരും പറയുന്നത് അടുത്ത ഡയലോഗ് ഉണ്ട്, അതെന്താണെന്നറിയാമോ? 10-35 പേർക്ക് കൈനീട്ടം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു. എല്ലാ ഇത്തരത്തിലുള്ള ആളുകളും പറയുന്നത് കൈനീട്ടം കൊടുക്കുന്നു, ചാരിറ്റി ചെയ്യുന്നു, ചാരിറ്റി ചെയ്യുന്നു. എന്ത് ചാരിറ്റി? ഇതൊക്കെ ഈ ഗവൺമെന്റ് വിചാരിച്ച് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. ഈ സാധാരണക്കാരായ ആളുകൾക്ക് എന്ത് ചെയ്യുന്നു? ഇപ്പോഴും ഗവൺമെന്റ് പെൻഷൻ കൊടുക്കുന്നുണ്ട് ഈ ആളുകൾക്കൊക്കെ. ആ കൂട്ടത്തിൽ ഇപ്പോഴും മോഹൻലാലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളി മേടിക്കണ്ടെന്ന് അറിയാൻ പാടില്ല. ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലാതെ ഒരു സംഘടന ചാരിറ്റി ചെയ്യുന്നു, ചാരിറ്റിക്ക് വേണ്ടി പണം മുടക്കുന്നു, ഞങ്ങൾ ചാരിറ്റി ഭയങ്കരമായി ലോകം ഉദ്ധരിക്കാൻ വേണ്ടി ചെയ്യുന്നു. ഇനി ഏറ്റവും വലിയ തമാശ ഞാൻ പറഞ്ഞില്ലേ, ചാരിറ്റി കൊടുക്കുക. നിങ്ങൾക്ക് AMMയുടെ മെമ്പറാണെങ്കിൽ നിങ്ങൾക്ക് 5000 രൂപ വീതം കൈനീട്ടം തരുമ്പോഴുള്ള അടുത്ത പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് പിന്നെ വോട്ട് ചെയ്യാൻ പറ്റില്ല. അത് തന്നെ എന്ത് തോന്നിയ ദിവസമാണ്. അപ്പൊ അത്തരത്തിലുള്ള കുറെ ആളുകളാണ് സരയു, പിന്നെ എന്താണ് ബാക്കിയുള്ളവർ പേരൊന്നും ഞാൻ പറയണില്ല. വെറുതെ ഈ പറയുന്ന പോലെ ഇതെന്താണ് അതെന്താണ് അടക്ക ഏതാണ് തേങ്ങ ഏതാണെന്ന് അറിയാൻ പാടുള്ളത് കുറേ ആളുകൾ അങ്ങോട്ട് എന്ത് ചെയ്യുന്നു. എന്നിട്ട് ഇവരുടെയൊക്കെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ മറ്റേ കയറി പോകുമ്പോഴും വരുമ്പോഴും കുറേ നീലക്കുയിൽ, മഞ്ഞക്കുയിൽ, ചുമപ്പുകുയിൽ, മറ്റേ പച്ചക്കുയിൽ എന്നൊക്കെ പറഞ്ഞ കുറേ ആളുകൾ വീഡിയോ എടുക്കാനുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ നടി സിമ്പിളായിട്ട് നടന്നു പോകുന്നത് കണ്ടു. പിന്നെ നടന്നു പോകുന്നത് എങ്ങനെ? അതീവ സുന്ദരി. അതീവ സുന്ദരിയായ പുറകു മാത്രം കാണിച്ചിട്ട് വേറൊരു വീഡിയോ ഇടും. അതെന്താ വെച്ചാൽ ഈ നടി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ അതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യാനായിട്ട് കുറെ പ്രാന്തന്മാർ, അതായത് ഈ നടി മറ്റേ ആളല്ലേ മറിച്ച ആളല്ലേ, ഞങ്ങൾക്ക് അത് കണ്ടപ്പോൾ മനസ്സിലായി, ഇത് കണ്ടപ്പോൾ എന്താ എനിക്കറിയാൻ പാടില്ല. അതുപോലെ തന്നെ പല ഇതുകൊണ്ട് ആസിഫ് അലി ഇങ്ങനെ ഇരുന്ന് കപ്പലണ്ടി ചെയ്യുന്നുണ്ട് ഒരു പരിപാടിയിൽ. അപ്പോൾ ആസിഫ് അലി എത്ര സിമ്പിളാണ്, അത്ര സിമ്പിളായിരുന്നു കപ്പലണ്ടി തിന്നുന്നത് കണ്ടില്ലെന്ന്. പിന്നെ കപ്പലണ്ടി ഈ ലോകത്തുള്ള ഇനി അമേരിക്ക പ്രസിഡന്റ് ട്രംപിന് കൊടുത്താലും ആസിഫ് അലി കൊടുത്താലും അതുപോലെ തന്നെയല്ലേ തിന്നാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ ഏതെങ്കിലും തിന്നാൻ പറ്റുമോ? ശരിക്കും അതിന്റെ താഴെ ഒരു കമന്റ് ഉണ്ട്, ആ വൃത്തിയുടെ കമന്റ് ഞാൻ വായിക്കുന്നില്ല. പിന്നെ ബാക്കി എല്ലാവരും കപ്പലണ്ടി ബാക്കി എല്ലാവരും കപ്പലണ്ടി അല്ല അത് തുടങ്ങിയില്ല. ബാക്കി എല്ലാവരും കപ്പലണ്ടി ഉണ്ടെന്ന് വേറെ എന്തെങ്കിലും കൊണ്ടാണോ എന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും കൊണ്ടാണോന്നല്ല, അവൻ എഴുതിയേക്കുന്ന ഒരു വാക്കുണ്ട്, അത് ഞാനിവിടെ പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടുണ്ട്, കമന്റ് ഇട്ടിട്ടുണ്ട്. അതാണ് കറക്റ്റ്. എങ്ങനെ ഇവരെ പൊലിപ്പിക്കണം എന്ന് ഞാൻ വിചാരിക്കണം. പിന്നെ ഒരു സ്റ്റേജിൽ തൊട്ട് അങ്ങോട്ട് കയറുമ്പോഴേക്കും ഉടനെ തന്നെ അതിവിനയം കണ്ടില്ലേ. എനിക്കൊക്കെ ഇതുപോലെയുള്ള അനുഭവങ്ങളുണ്ട്. ഇപ്പൊ എൻ്റെ ഓഫീസിലുള്ള ഒരു പയ്യൻ വന്നിട്ട് പറയാണ്, വലിയ സമ്പന്നമായിട്ടുള്ള ഒരാളാണ്, ഞാൻ പേര് പറയുന്നില്ല ഇവിടെ. ആ പുള്ളി എത്ര വിനയമുള്ള ആളാണെന്ന് അറിയാമോ എന്ന് എന്നോട് ചോദിക്കണം. അപ്പൊ ഇവനോട് 10 വട്ടം ഇത് പറയണം. 10ാമത്തെ വട്ടം പറഞ്ഞപ്പോൾ രാത്രിയായി. പിന്നെ ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞ് ഞാനും ഒന്നും കൂടി ഇറങ്ങാതെ ചോദിച്ചു, എന്താ അങ്ങനെ പറയണമെന്ന് ചോദിച്ചു. രാത്രി ഫുഡ് കഴിക്കാന്ന്. കാരണം 10 ഗുണയും പറഞ്ഞുകൊണ്ടിരിക്കണം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് 10 ഗുണ എന്നോട് ഇതേ വാചകം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ പുള്ളിയുടെ വീട്ടിൽ ചെന്നു. അപ്പൊ പുള്ളിയുടെ വീട്ടിൽ ചെന്നപ്പോഴേക്കും പുള്ളി ഭയങ്കര വിനയമുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? പുള്ളിയുടെ അച്ഛൻ വയ്യാതിരിക്കണം, അച്ഛനെയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞത്, ഇവനോട് പറഞ്ഞത്, ഇതുപോലെ നമ്മളും കുറെ കഴിയുമ്പോൾ പ്രായമാകും, നടക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തും. പക്ഷെ അപ്പോഴും നമ്മൾ അവരെ കൈവിട്ടൊന്നും കളയരുത്. നമ്മൾ അവരെ പൊന്നുപോലെ നോക്കണം. കാരണം ആയ കാലത്ത് അവർ നമ്മളെ പൊന്നുപോലെ നോക്കിയതാണ്. വേണമെങ്കിൽ നമുക്ക് അവരെ കൈവിട്ട് കളയാൻ ശ്രദ്ധിക്കാതിരിക്കാം, പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുതെന്ന് ഇവനോട് പുള്ളിയെ നിർത്തിക്കൊണ്ട് പറഞ്ഞെന്ന്. എൻ്റെ പറഞ്ഞു അയാൾ എത്ര വലിയ മനുഷ്യനാണെന്ന്. ഇതൊരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യലാണ്. ഞാൻ പറഞ്ഞു, ഞാനായിരുന്നെങ്കിൽ ആ പുള്ളിയുടെ കറകുറ്റിയിട്ടൊരു അടി കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നതായിരുന്നു. അപ്പൊ എന്താന്ന് ചോദിച്ചു. ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ അത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒന്ന് ആലോചിക്കും, സ്വന്തം അച്ഛനെ കൊണ്ടുവന്ന് വേറെ ആളുടെ മുമ്പിൽ നിർത്തിയിട്ട് ഒന്നും ആവാതില്ലാത്ത കാലമാണ്. വേണമെങ്കിൽ ഇയാൾ എനിക്ക് കൈവിട്ട് കളയാം, അങ്ങനെ നമ്മൾ കൈവിട്ട് കളയരുത്. അതാണ് സ്നേഹം. ഇവിടെ ജനിച്ചപ്പോ അയാളങ്ങ് കൈവിട്ടെങ്കിൽ എന്ത് ചെയ്താനേ? എത്ര ദിവസം ആ മനുഷ്യൻ എടുത്തുകൊണ്ട് കിടന്നുണ്ടാവും. എന്നിട്ട് അത് നന്മയായിട്ട് ബാക്കിയുള്ള റൂമിൽ അവതരിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാനൊക്കെ ആണെങ്കിൽ ഒരിക്കലും എൻ്റെ അച്ഛനെ കുറിച്ച് അങ്ങനെ പറയില്ല. ഇനി എൻ്റെ മകൻ എന്നെ പറഞ്ഞു, ഞാൻ അന്ന് തന്നെ കൈവിട്ടിട്ട് എന്ത് ചെയ്യും, ഞാൻ ഇഴഞ്ഞ് റോട്ടിൽ പോയി കിടക്കുമെന്ന് പറഞ്ഞു, വില പിച്ചായി ജീവിക്കുമെന്ന് പറഞ്ഞു.
അപ്പോഴാണ് അവന് വെളിവ് വന്നത്. ശരിയാണല്ലോ, അങ്ങനെ പറയാൻ പാടില്ല. ഇനി പറഞ്ഞാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ അടുത്ത് നാളെ മുതൽ ഈ വാചകം. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അയാളുടെ അടുത്തൊന്നും പറയൂല കേട്ടോ സാറേ ഈ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു പറഞ്ഞാലും കുഴപ്പമില്ലെന്നു. എനിക്കും അറിയുന്നതാണ് അവനും അറിയുന്നത്, പറഞ്ഞാലും കുഴപ്പമില്ലെന്നു. അപ്പം ഇതേപോലെ പല ഡയലോഗുകളും എന്ത് ചെയ്യുക. പിന്നെ ഈ നടിയാരാണെന്ന് തിരിച്ചറിയാന്നുള്ള കമൻ്റാണ് ഇത് 25 തവണ കാണുന്ന വീഡിയോ. കാരണം ഇതിങ്ങനെ വന്നിട്ട് ബാക്ക് കാണിച്ചിട്ട് കയറി പോകുമ്പോൾ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് 25 തവണ കണ്ടിട്ട് കറക്റ്റായിട്ട് എഴുതിയിട്ട് കറക്റ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് ലൈക്കൊക്കെയാണ് അതിനകത്ത്. വേറെ ആളുകൾ കറക്റ്റ് കണ്ടുപിടിച്ച് അച്ഛൻ എന്നൊക്കെ. എന്തൊക്കെ വേഷം കെട്ടുകളാണ് ഈ നാട്ടിൽ നടക്കണത്. എന്നിട്ട് നമ്മള് ലാസ്റ്റ് മറ്റേ ഇതും കൂടി പറഞ്ഞാൽ പൂർത്തിയാവുള്ളൂ. മലയാളി ഭയങ്കര പ്രബുദ്ധരാണ്. ഏത് വഴി കൂടി പോണ പെണ്ണിനെ തോണ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, മറ്റേ നോട്ടങ്ങൾ ഉണ്ടാവുകയും വൃത്തികെട്ട നോട്ടങ്ങൾ ഉണ്ടാവുകയും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഭയങ്കര പ്രബുദ്ധരാണ്. തമിഴന്മാരൊന്നും വെറും മോശക്കാരാണ്. വളരെ നമ്മള് ഗംഭീരരാണ്. അയ്യേ മറ്റേ അവരൊക്കെ ഉണ്ടില്ലേ, അമേരിക്കക്കാരൊക്കെ സ്വിമ്മിങ് സ്യൂട്ടിലൊക്കെ നടക്കണം. അയ്യേ ശരി, നമ്മൾ പ്രബുദ്ധരാണ്.